നിങ്ങൾക്കറിയില്ലെന്നോ? അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല ഡോക്ടറെ. എനിക്ക് എൻ്റെ മോളെ കണ്ടേ പറ്റൂ. രഘു ദേഷ്യത്തോടെ കീർത്തിക്ക് നേരെ ചാടി. എടോ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാനൊന്നും പറ്റില്ല. ഒരു സീനിയർ ഡോക്ടർ രഘുവിനെ നോക്കി പറഞ്ഞു. ബഹളം വയ്ക്കാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യുമെന്നാ? എൻ്റെ മകളെ കാണാനില്ല. ഇന്നലെ രാത്രി ഇവരുടെ ഫോണിൽ നിന്ന് അവൾ വിളിച്ചത്. ഇവിടെ ഒരു റൂമിൽ അഡ്മിറ്റാണെന്നും പറഞ്ഞതാ. രാവിലെ വന്ന് ഇവരെ വിളിച്ച് എൻ്റെ മോൾ എന്തിയെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുക അറിയില്ലെന്ന്, റൂമിൽ കണ്ടില്ലെന്ന്. രഘു ദേഷ്യത്തോടെ ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി. എന്താ കീർത്തി കാര്യം? സീനിയർ ഡോക്ടർ അവിടെ ടെൻഷനോടെ നിൽക്കുന്ന കീർത്തിയെ നോക്കി ചോദിച്ചു. അവർക്ക് ചുറ്റും കുറച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫ്സും മറ്റാളുകളും എല്ലാം ഉണ്ടായിരുന്നു. ഡോക്ടർ, ഇന്നലെ വയ്യാതെ വന്ന് അഡ്മിറ്റായ ഒരു കുട്ടിയാണ് ഭദ്ര. അവളുടെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് എൻ്റെ ഫോണിൽ നിന്നാണ് ഇയാളെ വിളിച്ചത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി ഇതാ രാവിലെയാണ് വന്നത്. വന്ന് നോക്കിയപ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ല. ഇയാൾ എന്നെ വിളിച്ചന്വേഷിച്ചപ്പോൾ തന്നെ ഉള്ള കാര്യം പറഞ്ഞു. അവൾ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കീർത്തി നിസ്സഹായതയോടെ പറഞ്ഞു. ഡിസ്ചാർജ് വാങ്ങിയിരുന്നില്ല അല്ലേ? ഇല്ല ഡോക്ടർ. സീനിയർ ഡോക്ടർ ചോദിച്ചതിന് കീർത്തി മറുപടി നൽകി. എടോ, താൻ കേട്ടല്ലോ. തൻ്റെ മകൾ എവിടേക്കോ ഇറങ്ങിപ്പോയാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. താൻ ഇവിടെ കിടന്ന് വെള്ളം വയ്ക്കാതെ മകളെ പോയി അന്വേഷിക്കാൻ നോക്ക്. സീനിയർ ഡോക്ടർ രഘുവിനെ നോക്കി പറഞ്ഞു. അങ്ങനെ എനിക്കങ്ങ് പോകാൻ പറ്റില്ല ഡോക്ടറെ. ആർക്കറിയാം നിങ്ങൾ എൻ്റെ മകളെ ഉപദ്രവിച്ച് അവളുടെ കിഡ്നിയും കണ്ണും കരളും ഒക്കെ അടിച്ചു മാറ്റി വിൽക്കാൻ നോക്കുമല്ലോ എന്ന്. രഘു അവരെ നോക്കി വിളിച്ചു പറഞ്ഞു. ഡോ, അനാവശ്യം പറയരുത്. സീനിയർ ഡോക്ടർ അയാളോട് ചൂടായി. നിങ്ങൾക്ക് അനാവശ്യം കാണിക്കുക. ഞാൻ പറഞ്ഞതാണ് കുഴപ്പമല്ലേ? രഘു പുച്ഛത്തോടെ ചോദിച്ചു. സാർ, നമുക്ക് CCTV ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു നേഴ്സ് ഡോക്ടറിനെ നോക്കി പറഞ്ഞു. അതൊന്ന് നോക്കട്ടെ. സീനിയർ ഡോക്ടർ അതും പറഞ്ഞ് അവിടുന്ന് നടന്നു. കീർത്തി അയാൾക്ക് പുറകെ പോകാൻ തുനിഞ്ഞതും പെട്ടെന്ന് രഘു അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഡോക്ടറെ കുറിച്ച് പോകാൻ വരട്ടെ. അയാൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എടോ, കൈവിടടോ. കീർത്തി അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കൈ വലിച്ചെടുക്കാൻ നോക്കി. എന്നാൽ അയാൾ അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടില്ല. എടോ, കൈവിടാൻ. സെക്യൂരിറ്റി പെട്ടെന്ന് കയറി ഇടപെട്ട് രഘുവിനെ പിടിച്ച് പുറകിലേക്ക് തള്ളി. രഘു അവളുടെ കൈവിട്ട് പുറകിലേക്ക് മാറി. ദേഹത്ത് കൈവയ്ക്കാറായോ? രഘു പെട്ടെന്ന് സെക്യൂരിറ്റിക്ക് നേരെ തിരിഞ്ഞ് അയാളുടെ മുഖത്തിനിട്ടടിച്ചു. അത് കണ്ടു നിന്ന ബാക്കി സെക്യൂരിറ്റീസ് രഘുവിന് നേരെ തിരിഞ്ഞു. പിന്നെ അവിടെ ആകെ അടിയും വഴക്കുമായി. കീർത്തി അത് കണ്ട് ടെൻഷനോടെ സീനിയർ ഡോക്ടർ പോയ സ്ഥലത്തേക്ക് നടന്നു. സാർ, എന്തായി? അവൾ ചെന്ന് ഡോക്ടറിനോട് ചോദിച്ചു. എന്താകാൻ? ഇന്നലെ രാത്രിയിലെ CCTV വിഷ്വൽസ് ഒന്നുമില്ല, എല്ലാം മിസ്സിംഗ് ആണ്. സീനിയർ ഡോക്ടർ ദേഷ്യത്തോടെ പറഞ്ഞു. കീർത്തിക്ക് അത് കേട്ട് ടെൻഷനായി. ഇത് ഞാൻ ആ പുള്ളിയോട് പോയി പറയുമ്പോൾ അയാൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വല്ല അവയവ കള്ളക്കടത്തും ഇതിനകത്ത് നടത്തുന്നുണ്ട് എന്ന് അയാൾ എല്ലാവരോടും വിളിച്ച് പറഞ്ഞതും ഇരിക്കും. സീനിയർ ഡോക്ടർ പറയുന്നത് കേട്ട് കീർത്തി ടെൻഷനോടെ അയാളെ നോക്കി. ഇന്നലെ ആ മിസ്സിംഗ് ആയ പെൺകുട്ടിയെ താൻ തൻ്റെ സ്വന്തം റിസ്കിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അല്ലേ? ഇന്നലത്തെ ആ കുട്ടിയുടെ ബിൽസ് പേ ചെയ്തതും താനാണെന്ന് ഞാൻ അറിഞ്ഞു. ആ പെണ്ണിനെ തനിക്ക് ഇതിന് മുൻപരിചയമുണ്ടായിരുന്നോ? സീനിയർ ഡോക്ടർ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. മുൻപരിചയമില്ല. കീർത്തിയുടെ തല താഴ്ന്നു. പിന്നെ എന്താ, നന്മമരമാകാൻ നോക്കിയതാണോ താൻ? തന്നോട് സംസാരിക്കാൻ എനിക്കിപ്പോൾ ടൈമില്ല. ഞാൻ ആദ്യം ആ പുറത്ത് നിൽക്കുന്ന ആളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കട്ടെ. അത് കഴിഞ്ഞ് കീർത്തി ഡോക്ടർ എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരണം. സീനിയർ ഡോക്ടർ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. കീർത്തി എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നുപോയി. എന്നിട്ടെന്തായി? റിയാസ് കീർത്തിയെ നോക്കി ചോദിച്ചു. അവൾ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതും യദുവിനെ കെടുത്തിരിക്കുന്ന റൂമിലേക്ക് വന്നിരുന്നു. അവൾ അവരോടായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ടെന്താകാൻ? മേനോൻ ഡോക്ടർ ആ രഘു എന്ന പുള്ളിയെ പോയി കണ്ട് സംസാരിച്ചു. അയാൾ പിന്നെയും എന്തോ ബഹളം വെച്ചു. ലാസ്റ്റ് സഹി കേട്ട് പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ മേനോൻ ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭദ്രയുടെ അച്ഛനൊന്ന് അടങ്ങിയെന്ന്. പിന്നെ ഒത്തുതീർപ്പാകാം, അയാൾ അവിടെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, പകരം കുറച്ച് പണം വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. കീർത്തി പറയുന്നത് കേട്ട് യദുവും റിയാസും പരസ്പരം ഒന്ന് നോക്കി. എത്ര രൂപയാണ് ചോദിച്ചത്? 2 ലക്ഷം ചോദിച്ചു. പിന്നെ ഡോക്ടർ സംസാരിച്ച് ഒരു 80,000 രൂപ കൊടുത്തു. കീർത്തി ഒന്ന് നെറ്റി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അതെന്തിനാ കൊടുക്കാൻ പോയത്? നമുക്ക് ലീഗലി മുന്നോട്ട് പോയാൽ പോരായിരുന്നോ? എന്തായാലും പോലീസ് അന്വേഷിച്ചാലും ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണെന്ന് തെളിയിക്കാനാകില്ലല്ലോ. യദു കീർത്തിയെ നോക്കി ചോദിച്ചു. അങ്ങനെ പോകാം യദു, പക്ഷേ കേസും പോലീസും ഒക്കെ ആയാൽ ഈ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ നഷ്ടമാകും. ഈ ഹോസ്പിറ്റലിനോടുള്ള ആളുകളുടെ വിശ്വാസം പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങട്ടെ എന്ന് ഞാൻ അടക്കമുള്ള ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ ആഗ്രഹിക്കും. കീർത്തി യദുവിനെ നോക്കി പറഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത്, കുറച്ച് പൈസ വാങ്ങിയിട്ടായി അയാൾ ഒന്നും മിണ്ടാതെ പോയതാണ്. എന്തായാലും സ്വന്തം മോളെ അല്ലേ കാണാത്തത്? കീർത്തി ആലോചനയോട് പറഞ്ഞു. ഇത് ഭദ്രയും ഈ രഘുവും കൂടി പ്ലാൻ ചെയ്തതാണെങ്കിലോ? അല്ല, ഈ പൈസ തട്ടാൻ വേണ്ടിയേ? റിയാസ് ആലോചനയോടെ ചോദിച്ചു. കടനോ? പക്ഷേ ആ ഭദ്രയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത്. ഇന്നലത്തെ അവളുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവളോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫോണിൽ അവളുടെ അച്ഛനെ വിളിച്ചു കൊടുത്തത്. കീർത്തി ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. അവർ തമ്മിൽ സംസാരിക്കുന്നത് വല്ലതും കേട്ടായിരുന്നോ? യദു കീർത്തിയെ നോക്കി ചോദിച്ചു. ആ, കേട്ടു.
അങ്ങനെ പറയത്തക്കതായിട്ടൊന്നും സംസാരിച്ചില്ല. അയാൾ ഫോൺ എടുത്തതും ഭദ്രയാണെന്നും ഇന്ന മുറിയിലുണ്ടെന്നും ബില്ലടയ്ക്കാനുള്ള പൈസ കൂടി കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഭദ്ര ഫോൺ കട്ട് ചെയ്തു. അയാൾ പറഞ്ഞത് കേൾക്കാനൊന്നും നിന്നില്ല. കീർത്തി തലേന്ന് രാത്രിയിലെ കാര്യം ഓർത്ത് പറഞ്ഞു. എന്നാലും ഇവളിതെവിടെ പോയതായിരിക്കും? റിയാസ് താടിക്ക് കൈ കൊടുത്തതെന്ന് ആലോചിച്ചു. എവിടെ പോയാലും കൊള്ളാം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് ആളുകളെ കാണുന്നത്. ഇതാ പണ്ടുള്ളവർ പറയുന്നത്, ആർക്കും അറിഞ്ഞുകൊണ്ടൊരു സഹായവും ചെയ്യരുതെന്ന്. ഇന്നലെ അവളെ സഹായിച്ചതിന് എനിക്ക് കിട്ടി. ഇനി സീനിയർ ഡോക്ടറിൻ്റെയും HR-ൻ്റെയും ഒക്കെ വായിൽ നിന്ന് കേൾക്കാൻ ഒന്നുമില്ല. പോരാത്തതിന് ആ രഘുവിന് കൊടുത്ത രൂപ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കീർത്തി ഒന്ന് നടുവെറുപ്പിട്ടുകൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം കൂടി അവരുടെ കൂടെ ഇരുന്നിട്ട് കീർത്തി അവിടെ നിന്ന് പോയി. എടാ, എനിക്ക് തോന്നുന്നു തന്തയും മോളും കൂടി ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി ഇറക്കിയ അടുത്ത വഴിയായിരിക്കും ഇതെന്ന് റിയാസ് യദുവിനെ നോക്കി പറഞ്ഞു. പക്ഷേ അവൾക്ക് ശരിക്കും വയ്യാതിരിക്കുമായിരുന്നു എന്നല്ലേ കീർത്തി പറഞ്ഞത്? ഇത് റിയാസിനെ നോക്കി ചോദിച്ചു. പിന്നെ വയ്യായിക, റിയാസ് ഒന്ന് പുച്ഛിച്ചു. അത്രയ്ക്ക് വയ്യായിക ഉണ്ടായിരുന്നവൾ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പിന്നെ എവിടെ പോയെന്നാണ്? അവളുടെ തന്ത ഉടായിപ്പാണെന്ന് നമുക്കറിയാവുന്നതല്ലേ. ഇപ്പോൾ എനിക്ക് ഇന്നലെ അജു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അന്ന് നമ്മൾ വലിയ സീനാക്കുമെന്ന് കരുതി അവൾ വീഡിയോ ഇല്ലെന്ന് കള്ളം പറഞ്ഞതാണെങ്കിലോ? അജു പറഞ്ഞ പോലെ അവൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി അവൾ ഇവിടേക്ക് വന്നതാണെങ്കിലോ? റിയാസ് ചോദിക്കുന്നത് കേട്ട് യദു ഒന്ന് ആലോചിച്ചു. അവളിപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് കാണും. അവളുടെ തന്ത ഇവിടുന്ന് വാങ്ങിയ പൈസ കൊണ്ട് അവിടേക്ക് ചെലുത്ത് നോക്കിയിരിക്കുകയായിരിക്കും അവൾ. റിയാസ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അപ്പോഴും യദുവിന് എന്തുകൊണ്ടോ അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഓർത്ത് അവൻ്റെ മനസ്സ് കലുഷിതമായി. ഇതേ സമയം ഭദ്ര പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. മുഖത്തേക്ക് വെട്ടമടിച്ചതും അവൾ വീണ്ടും കണ്ണുകൾ ഇറുക്കിയടച്ചു. പിന്നെ തല വെട്ടിച്ച് കണ്ണുകൾ വീണ്ടും തുറന്നു. കുറച്ചു നേരം അവൾ മുകളിലേക്ക് നോക്കി തന്നെ കിടന്നു. അവളുടെ മനസ്സിലൂടെ തലേന്നത്തെ ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നു. കീർത്തി ഡോക്ടറിൻ്റെ ഫോണിൽ നിന്ന് രഘുവിനെ വിളിച്ച് റൂം നമ്പർ പറഞ്ഞു കൊടുത്തത്, അതിനുശേഷം ഉറങ്ങാൻ പറ്റാതെ കിടന്നപ്പോൾ ആരോ റൂമിലേക്ക് കയറി വരികയും അവൾ പേടിച്ചു നിന്ന സമയം വന്നയാൾ അവളുടെ മുഖത്തേക്ക് കൈ അമർത്തിയതും അവൾ ഓർത്തു. പെട്ടെന്ന് ഞെട്ടലോടെ അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഹോസ്പിറ്റലിൽ അല്ല എന്ന് മനസ്സിലായതും അവൾ ഭയത്തോടെ കണ്ണുമിഴിച്ചു. അവൾ വേഗം സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് എന്ന് മനസ്സിലായതും അവളിൽ അല്പം ആശ്വാസം നിറഞ്ഞു. എങ്കിലും ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷാൾ തോളിലില്ലായിരുന്നു. താനിതെവിടെയാ? ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിയതെന്നൊക്കെ ഓർത്ത് അവളിൽ വല്ലാത്ത ആദിയും പ്രളവും നിറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് ഇറങ്ങി നിന്നു. തലയാകെ പെരുക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഇനിയിപ്പോൾ രഘു അയാൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാകുമോ? പക്ഷേ എനിക്കെന്തോ ഒന്നും ഓർമ്മയില്ലാത്തത്. ഇന്നലെ രാത്രി ഹോസ്പിറ്റൽ റൂമിലേക്ക് കയറി വന്നത് ആരായിരിക്കും? അതിനുശേഷം എന്നതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? എൻ്റെ ഭഗവതി, ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലല്ലോ. ഭദ്ര പറഞ്ഞുകൊണ്ട് കൈ രണ്ടും തലയ്ക്ക് കൊടുത്ത് വീണ്ടും ചുറ്റിനും നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് വളരെയധികം ഉയർന്നിരുന്നു. കൈകാലുകൾ വിറകൊണ്ടു. അവൾ 2 വാതിലുകൾ ശ്രദ്ധിച്ചതും പെട്ടെന്ന് ചെന്ന് ഒരു വാതിൽ തുറന്നു നോക്കി. അത് ബാത്റൂമാണെന്ന് കാണി അവൾ ഡോർ അടിച്ച് മറ്റൊരു വലിയ ഡോർ ഉള്ളതിൻ്റെ അരികിലേക്ക് ഓടി. അവൾ വേഗം ആ ഡോർ തുറന്നതും പുറത്തേക്കുള്ള വഴിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിയോടെ പുറത്തേക്ക് തലയിട്ട് നോക്കി. അവിടെ ആരുമില്ല എന്ന് മനസ്സിലായതും അവൾ വേഗം റൂമിന് പുറത്തിറങ്ങി. ഏതോ ഒരു വലിയ വീട് ആണെന്ന് അവൾക്ക് ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി. അത് ആരുടെ വീടായിരിക്കും? എങ്ങനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങും എന്നൊക്കെ ഓർത്ത് അവൾ പേടിയോടെ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. പേടിയാൽ അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. അവൾ പെട്ടെന്ന് തോന്നിയ വഴി നടന്നു. അവൾ ചെന്നെത്തിയത് ഒരു വലിയ ഹാളിലേക്ക് ആയിരുന്നു. ആ ഹാളിനപ്പുറം ഒരു ലിവിങ് സ്പേസും അതിനപ്പുറം ഒരു വലിയ ഡോറും കാണേ അവൾ വേഗം അവിടേക്ക് ഓടി. എത്രയും വേഗം പുറത്തേക്ക് പോകണമെന്ന ചിന്തയിൽ അവൾ ഹാളിൽ പലയിടത്തായി ഉണ്ടായിരുന്ന അർജുൻ്റെ ഫോട്ടോ ഒന്നും കണ്ടിരുന്നില്ല. അവൾ വേഗം ചെന്ന് ആ ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് താഴ്ത്തു നോക്കി. എന്നാൽ ഡോർ തുറന്നില്ല. അവൾ വെപ്രാളത്തിൽ വീണ്ടും ആ ഹാൻഡിൽ താഴേക്കാക്കി നോക്കി. അത് ലോക്ക്ഡാണ്. പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്നാൽ ആരെയും കണ്ടില്ല. അവൾ കണ്ണുകൾ എല്ലായിടത്തും പായിച്ചു. ഇവിടെ. വീണ്ടും ശബ്ദം കേട്ടതും അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൾ ഒരു സ്റ്റെയർ ശ്രദ്ധിക്കുന്നത് തന്നെ. ആ സ്റ്റെയറിന് മുകളിലേക്ക് നോക്കവേ അവൾ കണ്ടു അവളെ നോക്കി നിൽക്കുന്ന അർജുനെ. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവൻ പതിയെ ഓരോ പടികൾ ഇറങ്ങി താഴേക്ക് നടന്നു. ഭദ്ര അർജുനെ കണ്ടമ്പരപ്പോടെ നിന്നുപോയി. ഹലോ. അർജുൻ അടുത്ത് വന്ന് വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്ന് അവനെ കണ്ണുമിഴിച്ച് നോക്കിയത്. നിങ്ങളെന്താ ഇവിടെ? അവൾ അർജുനെ നോക്കി ചോദിച്ചു. അത് കേട്ട് അവൻ നെറ്റി ചുളിച്ചു. പിന്നെ അവളെ നോക്കി അവൻ മാറിൽ കൈകൾ പിണച്ച് വെച്ച് നിന്നു. ഇതെൻ്റെ വീടാണ്. അവൻ്റെ ഗൗരവത്തിലുള്ള സ്വരം അവൾ കേട്ടു. അവളുടെ ഭയവും ടെൻഷനും അവളുടെ ഉയർന്നു താഴുന്ന മാരടങ്ങൾ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം അവിടേക്കൊന്ന് പോയെങ്കിലും അവൻ കണ്ണൊന്നും ചിമ്മി അടച്ച് അവൾക്ക് നേരെ നോക്കി. അവളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിയുന്നത് അവൻ കണ്ടു. നിങ്ങളുടെ വീടോ? ഞാനെങ്ങനെയാ? അവളൊന്നും മനസ്സിലാകാതെ എന്തൊക്കെയോ ചോദിക്കാനൊരുങ്ങി. എന്നാൽ തൊണ്ടയാകെ വറ്റി വരണ്ടിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഉമിനീർ കഷ്ടപ്പെട്ടിറക്കാൻ ശ്രമിക്കുന്നത് പോലെ നിന്നു. എനിക്കിച്ചിരി വെള്ളം തരുമോ സാറേ?
ഭദ്ര അവനെ നോക്കി ദയനീയമായി ചോദിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കിയിട്ട് തിരിഞ്ഞു പുറകിലേക്ക് പോയി. ഭദ്ര അവൻ പോകുന്നത് നോക്കി അങ്ങനെ തന്നെ നിന്നുപോയി. പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞ് വീണ്ടും ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. അത് ലോക്കാണെന്ന് നിന്നോട് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. പുറകിൽ നിന്ന് അർജുൻ്റെ തറപ്പിച്ചുള്ള സ്വരം കേട്ടതും അവൾ ഡോറിലേക്ക് നെറ്റിമുട്ടിച്ച് നിന്നു. ഇതാ വെള്ളം കുടിക്ക്. അവളുടെ അടുത്ത് നിന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നേർക്ക് തിരിഞ്ഞു നിന്നു. അവൻ അവളുടെ രണ്ടടി അകലത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് നേരെ നീട്ടി. ഇത് പിടിക്ക്. അവൻ പറഞ്ഞതും അവൾ കൈകൾ മുന്നോട്ട് നീട്ടി. അവളുടെ കൈകൾ വിറയ്ക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവൻ പെട്ടെന്ന് വെള്ളം നീട്ടിയ അവൻ്റെ കൈകൾ പിൻവലിച്ച് മറ്റേ കൈകൊണ്ട് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അവൻ അവളെ വലിച്ചുകൊണ്ട് പുറകിലേക്ക് നടന്നിരുന്നു. എൻ്റെ കൈ വിട്. അവൾ അവൻ്റെ കൈ മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ വലിച്ച് ലിവിങ് സ്പേസിലെ സിറ്റിയിലേക്ക് കൊണ്ടിരുത്തി. അവൾ അവിടെ ഇരുന്ന് അവനെ മുഖമുയർത്തി നോക്കി. അവൻ അവൾക്ക് നേരെ വീണ്ടും വെള്ളം നിറച്ച ഗ്ലാസ് നീട്ടി. അവൾ അത് വാങ്ങാതെ അവനെ പേടിയോടെ നോക്കിയിരുന്നു. ഇത് വാങ്ങി കുടിക്കടി. അവൻ്റെ ശബ്ദമുയർന്നു. അവൾ വേഗം ആ ഗ്ലാസ് വാങ്ങി പിടിച്ചു. ധൃതിയിൽ വാങ്ങിയത് കൊണ്ട് തന്നെ ഗ്ലാസ്സിലെ പകുതി വെള്ളവും അവളുടെ മേലേക്ക് തന്നെ വീണു. അവളത് തുടച്ചു മാറ്റാതെ വെള്ളം ഗ്ലാസ് മുറുകെ പിടിച്ച് തല താഴ്ത്തിയിരുന്നു. അത് കുടിക്കാൻ നോക്ക്. അവൻ അവളെ നോക്കി പറഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല. അർജുൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് നടന്നു ചെന്ന് അവൾക്കെതിരെയുള്ള സെറ്റിയിലിരുന്ന് അവളെ നോക്കി. നിനക്കൊന്നും ചോദിക്കാനില്ലേ? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ അവനെ തലയുയർത്തി നോക്കി. അവൻ അപ്പോഴാണ് അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. ഇത് സാറിൻ്റെ വീട്. ഞാൻ ഇന്നലെ നീ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയതെന്ന് നിനക്കറിയണം. അതിൽ നീ ചോദിക്കാൻ വന്നത്. അവളുടെ തപ്പിപ്പറകൾ കണ്ട് അവൻ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അവൾ പതിയെ തലയനക്കി. എൻ്റെ ആളുകൾ ഇന്നലെ രാത്രി നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കി ഇവിടെ എത്തിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ മിഴിഞ്ഞ കണ്ണുകൾ ഒരിക്കൽ കൂടി മിഴിഞ്ഞു വരുന്നതും ഗ്ലാസ്സിലുള്ള അവളുടെ പിടുത്തം വീണ്ടും മുറുകുന്നതും അവൻ കണ്ടു. ഇനി അതെന്തിനാ എന്ന് നിനക്ക് അറിയണ്ടേ? അവൻ തന്നെ അവളെ നോക്കി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവനെ നോക്കിയിരുന്നതേ ഉള്ളൂ. നിനക്ക് മുന്നിലേക്ക് വെച്ച ഡീൽ ഇല്ലേ? അതായത് എനിക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സാമഗ്രിയായി നീ മാറണമെന്ന ഡീൽ. അത് ഞാൻ ക്യാൻസൽ ചെയ്തതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ ഞാൻ ആ ഡീൽ ഓഫർ വീണ്ടും ഓണാക്കി. അവൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ അവൾ അവനെ നോക്കി. നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ ഓഫർ പ്രതീക്ഷിച്ചാണ് നീ ഈ നഗരത്തിലേക്ക് വന്നതെന്ന്? അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നിന്നെ അങ്ങനെ അങ്ങ് വെറുതെ വിടണ്ടായെന്ന്. അവൻ പറഞ്ഞുകൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ചു. അതുകൊണ്ട് പഴയ ഡീൽ ഓണാക്കുക മാത്രമല്ല ഞാൻ ചെയ്തത്. നിൻ്റെ അനുവാദം കൂടാതെ ഞാൻ ആ ഡീൽ സ്റ്റാർട്ട് ചെയ്യുക കൂടി ചെയ്തു. ഇന്ന് മുതൽ നീ ഈ അർജുൻ മഹേശ്വരൻ്റെ ആയിരിക്കും. എനിക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്ന ഒരു സാമഗ്രി. അതുമാത്രമാണ് നീ ഇനി മുതൽ അങ്ങോട്ട്. എൻ്റെ മാത്രം വേശ്യ, മൈ ഓൺ പ്രോസ്റ്റിറ്റ്യൂട്ട്. അവനൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു.